നിങ്ങളുടെ വീട് വൃത്തിയാണെങ്കിലും മനസ്സിന് എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല? ചിലപ്പോൾ പ്രശ്നം പൊടിയല്ല, പ്രശ്നം നിറഞ്ഞു കവിഞ്ഞ സാധനങ്ങളാണ്. വെളിച്ചം കയറാത്ത മുറികളും വായു സഞ്ചരിക്കാത്ത കൂണുകളും മനസ്സിനെയും ഭാരപ്പെടുത്തും. ഇന്ന് വെറും ക്ലീനിങ് ദിനമല്ല, നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യാനുള്ള ദിനമാണ്. ജാപ്പാനീസ് ഒസൂജി ഡീപ് ക്ലീനിങ് രീതി ഉപയോഗിച്ച് ഇന്ന് നമുക്ക് വീട്ടിലേക്ക് വായുവും വെളിച്ചവും സന്തോഷവും സമാധാനവും ഒക്കെ നിറക്കാം. അതെങ്ങനെയാണെന്നല്ലേ? ഈ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങളുടെ വീടും മനസ്സും ഒരുപോലെ മാറ്റാൻ പോവുകയാണ് നമ്മളുടെ ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചില ദിവസങ്ങളിൽ ഒരു വിചിത്രമായ ഫീലിംഗ് ഉണ്ടാവും. എല്ലാം ഉണ്ടെങ്കിലും ഒരു ശാന്തതയില്ല, എന്തോ ഒന്ന് കെട്ടിക്കിടക്കുന്നത് പോലെ. ജപ്പാനിലെ ആളുകൾ ഈ അവസ്ഥയ്ക്ക് ഒരു ലളിതമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഒസൂജി. ഒസൂജി എന്നത് ഒരു ക്ലീനിങ് ടെക്നിക്ക് മാത്രമല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. പഴയതിനെ വിടുകയും പുതിയതിനായി ഇടം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതി. ജപ്പാനിലെ ആളുകൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ വീടിന്റെ അവസ്ഥ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എന്ന് വെച്ചാല് വൃത്തിയുള്ള വീട്, ശാന്തമായ മനസ്സ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു ഒസൂജി ചെയ്താലോ? ഒരുപാട് കഷ്ടപ്പെടുന്ന ഡീപ് ക്ലീനിങ് അല്ല, മനസ്സിന് സന്തോഷം നൽകുന്ന ഡീപ് ക്ലീനിങ് ആണിത്. ആദ്യം തന്നെ എല്ലാ ജനാലകളും തുറക്കുക, കർട്ടനുകളും മാറ്റുക, വാതിലുകളും തുറന്നിടുക. രാവിലെ വെളിച്ചം അകത്തേക്ക് വരട്ടെ, പുതിയ വായു അകത്തേക്ക് കയറട്ടെ. ഒരു 5 മിനിറ്റ് വെറുതെ നിന്ന് ആഴത്തിൽ ശ്വാസം എടുക്കുക. നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം അനുഭവപ്പെടും. കാരണം വായു മാറുമ്പോൾ നമ്മുടെ മനസ്സും മാറും. ജാപ്പാനീസ് വീടുകളിൽ ഇത് ആദ്യത്തെ നിയമമാണ്. എയർ ബിഫോർ ക്ലീനിങ് എന്ന് വെച്ചാൽ വായു ആദ്യം, പിന്നീട് ക്ലീനിങ്. ഇപ്പോൾ വീടിന്റെ ഓരോ മുറിയിലും പതുക്കെ നടക്കൂ. ഒന്നും എടുക്കണ്ട, ഒന്നും വൃത്തിയാക്കുകയും വേണ്ട. എന്നിട്ട് നിരീക്ഷിക്കുക, എവിടെയാണ് ആദ്യം കണ്ണുപോകുന്നത് എന്ന്. അവിടെ ക്ലട്ടർ ഉണ്ടാവും. ഒരു കസേരയിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ, ഒരു മേശയിൽ കിടക്കുന്ന പേപ്പറുകൾ, കിച്ചൺ സ്ലാബിലെ സാധനങ്ങൾ, കിടക്കയുടെ മൂലയിൽ കിടക്കുന്ന ബാഗുകൾ. ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കും. കാരണം ഓരോ സാധനവും നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഡീക്ലട്ടർ സെക്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു വലിയ ബാഗ് എടുക്കൂ. 3 വിഭാഗങ്ങൾ ഉണ്ടാക്കാം: ആവശ്യമുള്ളത്, ദാനം ചെയ്യേണ്ടത്, കളയേണ്ടത് എന്നിങ്ങനെ. ഇനി ഓരോ സാധനവും കയ്യിലെടുത്തുകൊണ്ട് സ്വയം ചോദിക്കുക, ഇത് ഞാൻ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ? ഇത് എൻ്റെ ജീവിതത്തിന് സന്തോഷം നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന് പുതിയൊരു സ്ഥാനം കണ്ടെത്തൂ. 1 വർഷമായി ഉപയോഗിക്കാത്ത വസ്തുക്കൾ വീണ്ടും ചിന്തിക്കൂ. പഴയ പാത്രങ്ങൾ, പൊട്ടിയ കളിപ്പാട്ടങ്ങൾ, ഉപയോഗിക്കാത്ത ബോട്ടിലുകൾ, കാലിയായ ബോക്സുകൾ. അവയെ പിടിച്ചു വെക്കുന്നതിലൂടെ നമ്മുടെ പഴയ കാര്യങ്ങളെയാണ് പിടിച്ചു വെക്കുന്നത്. വിടാൻ പഠിക്കണം. ജപ്പാനീസ് ആളുകൾ പറയുന്ന ഒരു മനോഹരമായ വാക്കുണ്ട്: സ്പേസ് ഈസ് ഓൾസോ എ ഡെക്കറേഷൻ. ശൂന്യമായ ഇടവും ഒരു സൗന്ദര്യമാണ്. അടുത്തതായി ലിവിംഗ് റൂമിലെ ഒസൂജിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഹാളിലേക്ക് പോകാം. ഇതാണ് കുടുംബം ഒരുമിച്ച് സമയം ചിലവഴിക്കുന്ന സ്ഥലം. അതിനാൽ ഈ മുറിയിൽ സമാധാനം വേണം. സോഫ കൃത്യമായി ക്രമീകരിച്ച് ടീപോയ് വൃത്തിയാക്കൂ. അനാവശ്യ ഷോപ്പീസ് മാറ്റൂ. പഴയ മാസികകൾ മാറ്റിവെക്കൂ. TV യൂണിറ്റ് പൊടി തുടയ്ക്കൂ. ഒരു ചെടി ഉണ്ടെങ്കിൽ നേരെയാക്കൂ. കുഷനുകൾ അടുക്കി വയ്ക്കൂ. ഇപ്പോൾ ഒന്ന് പിന്നിലേക്ക് മാറി നോക്കൂ. മുറി ശ്വാസം എടുക്കുന്നത് പോലെ തോന്നുന്നില്ലേ? ഇനി ഞാൻ പറയുന്നത് കിച്ചൺ ഒസൂജിയെ കുറിച്ചാണ്. ജാപ്പാനീസ് വീടുകളുടെ ഹൃദയമാണ് കിച്ചൺ. അവർ സ്ലാബിന് മുകളിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെക്കും. കാരണം കാഴ്ചയിൽ ശൂന്യത ഉണ്ടാകുമ്പോൾ മനസ്സിന് ശാന്തത ലഭിക്കും. സ്ലാബ് ഒഴിച്ചിടൂ. പാത്രങ്ങൾ തുടയ്ക്കൂ. ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കൂ. സിങ്ക് തിളക്കമുള്ളതാക്കി മാറ്റിവെക്കൂ. ഫ്രിഡ്ജ് തുറന്നു നോക്കൂ. കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ കളയൂ. ഉപയോഗിക്കാത്ത പ്ലാസ്റ്റിക് ഡബ്ബകൾ മാറ്റൂ. മൂടിയില്ലാത്ത കണ്ടെയ്നറുകൾ കളയൂ. കിച്ചൺ വൃത്തിയാകുമ്പോൾ വീട്ടിൽ ഒരു പുതിയ ഊർജം വരും.
ഇനി ബെഡ്റൂം റീസെറ്റ് ചെയ്തു നോക്കിയാലോ? ഇവിടെയാണ് നമ്മുടെ മനസ്സും ശരീരവും വിശ്രമിക്കുന്നത്. കിടക്ക ശരിയാക്കൂ, ബെഡ്ഷീറ്റ് മാറ്റൂ, തലയണകൾ എടുക്കൂ, കർട്ടണുകൾ മാറ്റൂ, സൂര്യപ്രകാശം അകത്തേക്ക് വരട്ടെ, അലമാരയിലെ വസ്ത്രങ്ങൾ മടക്കി വെക്കൂ, ഒരു വർഷമായി ധരിക്കാത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യൂ, കിടക്കയ്ക്ക് അടിയിലെ പൊടി നീക്കൂ. ജാപ്പാനീസുകാർ വിശ്വസിക്കുന്നത് ക്ലീനിങ് ബെഡ്റൂം കാം മൈൻഡ് എന്നാണ്. എന്നുവെച്ചാല് വൃത്തിയുള്ള ബെഡ്റൂം നല്ല ഉറക്കം നൽകും, നല്ല ഉറക്കം നല്ല ജീവിതം നൽകും. അടുത്തതായി ബാത്റൂം ഒസുജിയെ കുറിച്ചാണ് പറയുന്നത്. ബാത്റൂം നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു ഇടമാണ്. പക്ഷേ വൃത്തിയുള്ള ബാത്റൂം ഒരു പുതുമയുടെ അനുഭവം നൽകും. കണ്ണടി തുടയ്ക്കൂ, വാഷ് ബേസ് കഴുകൂ, തറ വൃത്തിയാക്കൂ, ബക്കറ്റും മഗ്ഗും കഴുകൂ, സോപ്പ് സ്റ്റാൻഡ് വൃത്തിയാക്കൂ. ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റം നൽകുന്നത്. അടുത്തതായി ഫ്ലോർ ക്ലീനിങ് മെഡിറ്റേഷനെ കുറിച്ചാണ്. ഇപ്പോൾ വീടിന്റെ നിലം തുടയ്ക്കാം, പക്ഷേ വെറുതെ തുടയ്ക്കരുത്, മനസ്സോടെ ചെയ്യൂ. തുടയ്ക്കുമ്പോൾ പറയൂ, കഴിഞ്ഞ ആഴ്ചയിലെ വിഷമങ്ങൾ ഞാൻ വിട്ടയക്കുന്നു, പുതിയ ആഴ്ചയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വീട്ടിലേക്ക് സമാധാനം വരട്ടെ, എൻ്റെ മനസ്സിലേക്ക് വെളിച്ചം വരട്ടെ. ഇതാണ് ഒസൂജിയുടെ യഥാർത്ഥ അർത്ഥം. ഡീപ്പ് ക്ലീനിങ് മാത്രമല്ല, ഡീപ്പ് ഫീലിംഗ്. ഇനി ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കൂ. ജനാലയിലൂടെ വരുന്ന വെളിച്ചം നോക്കൂ, വീട്ടിലൂടെ സഞ്ചരിക്കുന്ന വായു അനുഭവിക്കൂ, ചുറ്റും നോക്കൂ. വീട് മാറിയിരിക്കുന്നു, പക്ഷേ അതിനേക്കാൾ കൂടുതൽ മാറിയത് നിങ്ങളുടെ മനസ്സാണ്. ഇന്ന് നിങ്ങൾ പൊടി മാത്രം നീക്കിയിട്ടില്ല, ഭാരം കുറഞ്ഞ മനസ്സിനായി ഒരു പുതിയ ഇടം സൃഷ്ടിച്ചിരിക്കുന്നു. ഓർമ്മിക്കൂ, വീട് വൃത്തിയാക്കുന്നത് ഒരു ജോലിയല്ല, അത് സ്വയം സ്നേഹിക്കുന്ന ഒരു രീതിയാണ്. ഓരോ ആഴ്ചയിലും 30 മിനിറ്റ് ഒസൂജി ചെയ്യൂ. വീട്ടിലേക്ക് വായുവും വെളിച്ചവും നിറയും, മനസ്സിലേക്ക് സമാധാനവും സന്തോഷവും നിറയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.